ഇനി പ്രണയിക്കേണ്ടവർ അറിഞ്ഞിരിക്കുന്ന ഒരു 10 കൽപ്പനകൾ പറയാം. പ്രധാനപ്പെട്ട 10 കൽപ്പനകളാണ് കേട്ടോ. എല്ലാം തന്നെ എല്ലാരും ചെയ്ത് പഠിക്കണമെന്നൊന്നുമില്ല. എന്നാലും ഇതിൽ ചിലതൊക്കെ അനുസരിച്ച് അത്രയും നല്ലത്. പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കുള്ള 10 കൽപ്പനകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കൽപ്പന, പ്രണയിനെ അധികം ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യരുത് കേട്ടോ. അവൾ ആരോട് മിണ്ടി, എവിടെ പോയി, എന്ത് ഫോൺ എൻഗേജ്ഡ് ആയ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അവൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ ചോദിച്ച് അവളെ ബോറടിപ്പിക്കരുത്. ഇനി രണ്ടാമത്തെ കൽപ്പന, അവൾ പറയുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കരുത്. ചിലപ്പോ അവൾ പറ്റിച്ചിട്ട് പോയേക്കാം. പിന്നെ വാങ്ങിക്കൊടുത്ത് അച്ഛന്റെ അമ്മയുടെയും പോക്കറ്റിൽ നിന്നും കൂടെ പണം എടുത്ത് നിങ്ങൾ ചെലവാക്കുന്നതല്ലാതെ യാതൊരു പ്രയോജനവും കാണുകയില്ല. മൂന്നാമത്തെ കൽപ്പന, ഇതൊരു പ്രധാനപ്പെട്ട കൽപ്പനയാണ് കേട്ടോ. അതായത് അവൾക്ക് ആരോട് വേണമെങ്കിലും സംസാരിക്കാം. ആൺകുട്ടികളോട് പ്രത്യേകിച്ചും. നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല. പക്ഷെ നിങ്ങളൊരു പെൺകുട്ടിയോട് സംസാരിച്ചാലോ അവളുടെ സ്വഭാവം മാറും. പിന്നെ അവൾ എന്താ പറയുക, എത്ര ദിവസം പിണങ്ങിയിരിക്കും, മെസ്സേജ് അയക്കാതിരിക്കും, വാട്സപ്പ് ബ്ലോക്ക് ചെയ്യും, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഇനി നാലാമത്തെ കൽപ്പന, അവൾ പറയുന്നതെല്ലാം കേൾക്കണം. വിശ്വസിക്കുന്നത് പോലെ അഭിനയിക്കണം. പക്ഷെ ഒന്നും വിശ്വസിക്കരുത് കേട്ടോ. പിന്നെ അത് കൊളമായി എന്ന് പറയരുത്. ഇനി അഞ്ചാമത്തെ കൽപ്പന, ഷോപ്പിങ്ങിന് പോകുമ്പോൾ 10 രൂപ പോലും കയ്യിലെടുക്കരുത്. അവള് വിചാരിച്ചോട്ടെന്നെ എച്ചിയാണെന്ന്. ആർക്കെന്താ നഷ്ടം? നമ്മുടെ കയ്യിൽ കാശ് പോവില്ലല്ലോ. ആറാമത്തെ കൽപ്പന, വെറുതെ കിട്ടുന്നതെല്ലാം അവൾക്ക് കൊടുത്തേക്കണം. എന്ന് വെച്ചാൽ എല്ലാം. ഏഴാമത്തെ കൽപ്പന എന്താണെന്ന് അറിയണ്ടേ? ഇടിയൊഴിച്ച് എന്തൊക്കെ കിട്ടുന്നു അതെല്ലാം ഇനി വാങ്ങിയേക്കണം. എട്ടാമത്തെ കൽപ്പന, വെറുതെ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം. അതിന് നമ്മളുടെ ടെലിഫോൺ കമ്പനിക്കാർ എന്തെങ്കിലും സ്പെഷ്യൽ പാക്കേജ്, ഫ്രീ പാക്കേജ് മെസ്സേജിൽ ഇറക്കിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അപ്പൊ തന്നെ അത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക ഓരോ മിനിറ്റുകളും. നീ എവിടാടാ, ഹായ്ഡാ, ബൈഡാ, ചുമ്മാ പോട്ടേനെ, അതൊരു രസമല്ലേ. ഒമ്പതാമത്തെ കൽപ്പന, നമുക്ക് പഴയ കാമുകയുണ്ടെങ്കിൽ ആ കാര്യം മിണ്ടിപ്പോയേക്കരുത്. പിന്നെ എപ്പോഴെങ്കിലും വഴക്കിടുമ്പോൾ അവൾ അതായിരിക്കും ആദ്യം എടുത്തിട്ട് വഴക്കുണ്ടാക്കുക. അതിനുള്ള ചാൻസ് നമ്മൾ കൊടുത്തേക്കല്ലേ. വടി നമ്മളുടെ കയ്യിൽ തന്നെ ഇരിക്കണേ. പത്താമത്തെ കൽപ്പന, അത് എന്താണെന്നുള്ള ആകാംക്ഷയായിരിക്കും. എപ്പോഴും പ്രണയിനിയോട് പറഞ്ഞുകൊണ്ടിരിക്കണം, നീ എന്റേതാണ് എന്ന്. പക്ഷെ അത് മനസ്സിലിട്ട് അങ്ങനെ ഉറപ്പിക്കരുത്. അവർക്ക് പെട്ടെന്ന് പോകാൻ കഴിയണം. അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇതുപോലുള്ള കൽപ്പനകൾ നിങ്ങൾക്കും അറിയാമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലവ് ബേർഡ്സിലൂടെ. എനിക്ക് പിന്നാലെ നടക്കാൻ നല്ല